എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ എട്ടിന്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 50% തിരിവ് കൂട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടില്ല, അടുത്ത പണി കൊടുത്തു. അതിനിടയ്ക്ക് മോദിയെ വിളിച്ച് നമ്മൾ ബായി അല്ലേ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഒരു സംഭാഷണങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് അത് വലിയ പച്ച പിടിച്ചില്ലേ എന്നൊരു സംശയം. കാരണം കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് അടുത്ത പാര ശരിക്കും കൊടുത്തത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടുന്ന ഒരു വിവരമാണ്. എന്താണെന്നല്ലേ, അത് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തോ കളിയും ചിരിയും വർത്തമാനങ്ങളും ആക്ഷേപഹാസ്യങ്ങളുമായി കുറച്ചു നേരം സ്പേസ് മലയാളത്തിനോടൊപ്പം. അപ്പം റെഡിയായില്ലേ? അപ്പം നമുക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിലേക്കാണ് വരാം. അദ്ദേഹം എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ പെടുന്ന പാര അത് മറ്റൊന്നുമല്ല, H1B1 വിസ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളികൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ അമേരിക്കയ്ക്ക് ഈ വിസയ്ക്ക് കൊടുക്കേണ്ട പൈസയാണ്. അത് എത്ര രൂപയാണെന്നറിയോ നിങ്ങൾക്ക്? ചില്ലറയൊന്നുമല്ല, $1,00,000. നേരത്തെ അത് $4,000 മാത്രമായിരുന്നു. $4,000 മാത്രമായിരുന്നു എന്ന് ആലോചിക്കണം. $1,00,000 വാർഷിക ഫീസാണെന്നൊക്കെയാണ് നമ്മൾ ആദ്യം കേട്ടത്. പക്ഷേ ഇപ്പോൾ അത് ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ഒറ്റത്തവണ അടയ്ക്കേണ്ട തുകയാണ്. പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ജോലിക്കാരൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് H1B1 വിസയിൽ അമേരിക്കയിലേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ ഇനി അങ്ങോട്ടുള്ളത് കേട്ടോ, ഇപ്പോൾ നിലവിലുള്ള ഒന്നിനും അത് ബാധകമല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത്രയും ആശ്വാസം. പക്ഷേ ഇനി പുതിയതായിട്ട് ആരെങ്കിലും അമേരിക്കയിലേക്ക് ചെല്ലുകയാണെങ്കിൽ, ഇവിടുന്ന് ജോലി സംബന്ധമായി ചെല്ലുകയാണെങ്കിൽ 88 ലക്ഷം രൂപ വരും. $1,00,000 എന്നാണ് അതിൻ്റെ കണക്ക്. അതിനിപ്പോൾ ഒരു ഡോളറിൻ്റെ വില 95 രൂപ ചെയ്യാം, 95 ലക്ഷമാവും. 100 രൂപ ചെയ്യാം, എത്ര വരും? 1 കോടി രൂപ. അപ്പോൾ 88 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കണം. അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അത്രയും രൂപ കൊടുത്ത് ഈ കമ്പനികൾ ഇവിടെ നാളെ കൊണ്ടുപോകും. അവർക്ക് അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇന്ത്യക്കാരെ കൊണ്ടുപോയാൽ അമേരിക്കക്കാരെ വയ്ക്കുന്നതിനേക്കാൾ ലാഭമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഇന്ത്യക്കാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. നമ്മുടെ പലതരം കമ്പനികളിൽ നമുക്കറിയാം, TCS, CTS, ഇൻഫോസിസ്, അങ്ങനെ നിറയെ കമ്പനികൾ നമുക്കറിയാം. ഇവരൊക്കെ ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ ശമ്പളത്തിന് ഇന്ത്യക്കാരെ പണിക്ക് കിട്ടും. അതുകൊണ്ടാണ് അങ്ങോട്ട് ഇവരെ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ ഈ 88 ലക്ഷം രൂപയും കൂടെ അവർക്ക് കൊടുക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പണി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ അമേരിക്കക്കാർക്ക് ജോലിയില്ല, അമേരിക്കക്കാർക്ക് പണി കിട്ടട്ടെ എന്ന് പണിതു. പക്ഷേ ഇന്ത്യയോടാണ് ഈ കൊടുംചതി ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഇന്ത്യയോടുള്ള പക എന്തുമാത്രം ഡൊണാൾഡ് ട്രംപിനുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക ഇന്ത്യയോട് പലതവണ പറഞ്ഞിട്ടും ഇന്ത്യയും നരേന്ദ്രമോദിയും അത് ചെവി കൊണ്ടില്ല. അതിനുള്ള ശിക്ഷ ഓരോന്നായി ട്രംപ് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അടുത്ത പാര ഇതായിരിക്കും എന്ന് പറഞ്ഞതാണ്. അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു, അത് നിലവിൽ വരികയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. ഇതിനെങ്ങനെ ഇന്ത്യ മറികടക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം നിരവധി IT കമ്പനികളിലെ നിരവധി ജോലിക്കാരവിടെയുണ്ട്. അവരെല്ലാം ഇപ്പോഴുള്ളവരൊക്കെ, പക്ഷെ അവരൊക്കെ നാട്ടിലേക്ക് വരും, അടുത്ത ബാച്ച് പോകും. ആ അടുത്ത ബാച്ച് പോകുമ്പോൾ അവർക്ക് ഈ ഇന്നത്തെ നിലയിൽ $1,00,000 അവിടെ കെട്ടിവെക്കണം. അതിന് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഇന്ന് ഏതാണ്ട് 88 ലക്ഷം രൂപ വരും. അത് ഇനിയും ഡോളറിൻ്റെ വില കൂടിയാൽ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫർദറായിട്ട് ഇനി ആരെങ്കിലും അമേരിക്കയിലേക്ക് ജോലി കിട്ടിപ്പോകാമെന്ന് ആശിച്ചാൽ അതിനി നടക്കില്ല എന്നർത്ഥം. അങ്ങനെ ഇന്ത്യയെ വിരട്ടി നിർത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് നമ്മുടെ മോദി ഇപ്പോൾ ഒരു മറുമരുന്നായി കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം GSTയുടെ നിരക്ക് കുറയ്ക്കുകയാണ് ചെയ്തത്. 2 സ്ലാബ് ഇപ്പം നിലവിലുള്ളൂ എന്ന് നമുക്കറിയാം. 5%, 18%. അങ്ങനെ വൻതോതിൽ വില കുറയ്ക്കും നമ്മുടെ സാധനങ്ങൾ. അങ്ങനെ മാർക്കറ്റ് ആകെ സാധനങ്ങൾ പോയിട്ട് വാങ്ങിക്കുകയും നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ കുന്നുകൂടുകയും ചെയ്യും. വലിയ തോതിലുള്ള GST നിരക്കുകൾ കുറയ്ക്കുന്നത് വഴി ഒരുപാട് പണം നാട്ടുകാരുടെ കയ്യിൽ വരും. അത് പലതരത്തിലുള്ള നിക്ഷേപങ്ങളായിട്ട് വരും. ഇവിടുത്തെ തൊഴിലവസരങ്ങൾ കൂട്ടും, നമ്മുടെ പർച്ചേസിങ് പവർ കൂട്ടും. ഇവിടെ വലിയ തോതിൽ സെയിൽ നടക്കും. ആഭ്യന്തര ഉൽപ്പാദനം കൂടുകയും ആഭ്യന്തര മൊത്ത വരുമാനം കൂടുകയും ഒക്കെ ചെയ്യുമെന്നാണ് നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ തൊഴിൽ ചെയ്യട്ടെ. നമ്മുടെ ഈ IT രംഗത്തുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ തൊഴിൽ കൊടുക്കട്ടെ. ഹൈദരാബാദിലും ബാംഗ്ലൂരും തിരുവനന്തപുരത്തും എറണാകുളത്തും
ബോംബെയിലും ഡൽഹിയിലും പ്രധാന നഗരങ്ങളിലെല്ലാം ഈ IT പ്രൊഫഷണൽസ് ജോലി ചെയ്യട്ടെ. എന്തുകൊണ്ട് എന്തിന് അമേരിക്കയിലേക്ക് അയക്കണം വന്ന് ഇന്ത്യയിലെ കമ്പനികൾ നിശ്ചയിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ നിശ്ചയിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിക്കണം. അത് മാത്രമാണ് അതിന് മറുമരുന്ന്. സ്വദേശീവൽക്കരണം എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഇന്നലെ നമ്മുടെ രാജ്യത്തോട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് 100% ശരിയാണ്. ട്രംപിനെ എങ്ങനെയാണ് ഇന്ത്യ നേരിടുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. മറ്റൊരു വിഷയമായി അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.